എവരിവൺ, ദിസ് ഇസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. ഇന്നലെ വിളിച്ച ഒരു ക്ലയന്റ് എൻ്റെ അടുത്ത് പറയാണ്, അവരുടെ ഹസ്ബൻഡിൽ നിന്ന് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. അവർക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഒരു തെളിവും തന്നെ ഇല്ല. ആവശ്യത്തിനായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിവോഴ്സ് ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളിലും പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഒരു കേസ് ജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എവിഡൻസ് ആണ്. എവിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ പറയാച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡ് നിങ്ങൾ നിരന്തരം അടിക്കുകയാണ്, ഇതിന്റെ പാടുള്ള ഫോട്ടോസ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് നിങ്ങൾ തെറി വിളിക്കുകയാണ്, അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങൾ തെറി വിളിക്കുകയാണ്, ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫോണിൽ വിളിച്ചിട്ട് ഒരു കക്ഷി പറയാണ്, അതായത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര തെറിയാണ്, വായിൽ തോന്നുന്ന എല്ലാം ആ പുള്ളി പറയും. പക്ഷേ ജോലി സ്ഥലത്ത് ആയത് കാരണം തന്നെ വൈഫിനൊന്നും മിണ്ടാൻ പറ്റില്ല. സോ ഈ പുള്ളിക്കാരി മിണ്ടാണ്ട് ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് അത് ഹസ്ബൻഡ് അടിച്ചതാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാവുന്നതുമാണ്. ഇതെല്ലാം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്നെ ഒരു കക്ഷി വിളിച്ചിട്ട് പറയാണ്, അതായത് വൈഫ് അമ്മേനെ ഉപദ്രവിച്ചു, അതായത് ഹസ്ബൻഡ് അമ്മേനെ അടിക്കുകയൊക്കെ ചെയ്തു, അതുപോലെ ഭയങ്കര തെറിയിക്കുകയാണ് എന്ന്. അപ്പം ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ അമ്മേനെയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം, അതായത് ഹസ്ബൻഡ് അമ്മേനെ കൊണ്ട് കാണിക്കാം. അതുപോലെ തന്നെ ഈ വൈഫ് തല്ലിയതാണ് എന്നുള്ളത് എടുത്ത് പറയാം. അതുപോലെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, FIR ഇടിക്കാവുന്നതാണ് വൈഫിനെതിരെ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, ഡോക്ടർ കാണിച്ച റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൂഫായിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പം അഡ്മിറ്റ് ചെയ്തതിൻ്റെ ബില്ല്, അതുപോലെ അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി, പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ, കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രൂഫായിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബേസിക്കലി ഏറ്റവും നല്ലൊരു ഫാമിലി ലോയറെ തന്നെ കൺസൾട്ട് ചെയ്യാൻ നോക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ നേരത്ത്. അപ്പം ഈ എവിഡൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വക്കീലിനെ ഏൽപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ട് സംഭവിച്ച ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫുമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ അതിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഓരോ ഇൻസിഡൻസും മറക്കാതിരിക്കാൻ. അപ്പോൾ ഇതെല്ലാം പോയിന്റ് ടു പോയിന്റ് നിങ്ങൾക്ക് എഴുതി വെച്ച് ഇതും വക്കീലിന് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും മോശമായിട്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതും സ്ക്രീൻഷോട്ട് ആയിട്ടെല്ലാം സേവ് ചെയ്ത് വെച്ച് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് ഉണ്ട്. ചില ഹസ്ബൻഡ്സിനുള്ള പരിപാടി അല്ലെങ്കിൽ വൈഫിനുള്ള പരിപാടിയാണ്, കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഇതെല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയി, തെറ്റാണ്, ഇങ്ങനെ കുറേയുള്ള കൺഫെഷൻ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ നിങ്ങളെ വളരെ മോശമായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തെളിവായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിൻ്റെ ഇടയിലുള്ള നിങ്ങൾ ടൈപ്പ് ചെയ്തത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. നമ്മൾ കംപ്ലീറ്റ് കോൺവെർസേഷനാണ് നമുക്ക് വേണ്ടത്. സോ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് തെളിവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നാണ് നിങ്ങൾ അടിച്ചതെങ്കിൽ CCTV വിഷ്വൽസ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ FIR ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ FIRൻ്റെ കോപ്പി, ഇതെല്ലാം തന്നെ നമുക്ക് നല്ല സ്ട്രോങ് എവിഡൻസ് ആയിട്ട് കോടതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡോ വൈഫിനോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ ഒരുമിച്ച് നിൽക്കുന്ന ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മളുടെ കേസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കോടതിയുടെ മുമ്പിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് കൂടാണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെയും ഡോക്യുമെൻറ്റ്സോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വക്കീലിനെ കാണിക്കാവുന്നതാണ്. അത് കോടതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വക്കീലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ വക്കീൽ അതും യൂസ് ചെയ്യുന്നതായിരിക്കും.